ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും നിന്റെ ചുണ്ടിൻ്റെ മുത്തമാകാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഞാൻ ഗന്ധർവൻ. കന്യാവനിയിൽ സുഗതം പ്രിയഗാനം പകരാനണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി. സോറി, ഞാൻ ഗന്ധർവൻ. പെട്ടെന്ന് പ്രപ്പോസ് ചെയ്തിട്ട് പോയിക്കോളാം. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും ആനാവാനും മനുഷ്യനാവാനും പാവയാവാനും പറവയാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർദ്ധം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഞാൻ ഗന്ധർവൻ. എന്താ അറിയില്ല, ഏതോ ഗന്ധർവൻ. കരിങ്കല്ലിലടിച്ച് പിഴിഞ്ഞിട്ടൊന്നുണക്കി കൈക്കല തുണിയാക്കി ഒടുക്കം വിളക്കിലെ തിരിയാക്കി കരിന്തിരി പോലായി. അഡ്വാൻസ് വാങ്ങിയ 30 സെന്റ് പോയി. 30 സെന്റ് മാത്രമല്ല, ഷമീറിന്റെ കമ്മീഷൻ 3 ലക്ഷം, അഡ്വാൻസ് വാങ്ങിച്ചിട്ടുള്ള 15 ലക്ഷം കംപ്ലീറ്റ് പോയി. സുരേഷ, എന്നെ ഒഴിവായി കൂടെ? 3 ലക്ഷം കീശിൽ വെച്ച് നടക്കാൻ കഴിയടാ, ചെലവായി പോയി. അല്ല, ഞാനതിപ്പോ വെക്കുന്നില്ലെങ്കിലോ? പിറ്റാ കമ്മീഷൻ നിനക്ക്. അതുവരെ പലിശ നീ നാടകത്തിൽ അഭിനയിച്ച് തീർക്ക്. നാടക? ആ, നാളെ ഓഡിഷൻ ഉണ്ട് കേട്ടാ. അപ്പൊ ഷമീറിന്റെ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ബാക്കി നിങ്ങൾ മേടിച്ചിട്ട് പുട്ടടിച്ച് 5 ലക്ഷം റുപ്യ. ആ പൈസക്കല്ലേ സുധാരേട്ടൻ പശുവിനെ മേടിച്ചിനി. ഇനിയിപ്പോ ഇങ്ങനെ പശുവിനെ ഓഡിഷന് വിളിക്കുക. ഒന്നുകിൽ എൻ്റെ പൈസ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഒരു നടിയെ എനിക്ക് തരണം. ഒരു യുവനടീന. സുരേഷ, ഇലക്ട്രിസിറ്റി ഓഫീസ് വിറ്റിട്ടാലും നിന്റെ കട ഞാൻ തീർക്കൂട്ടാ. എന്നാലും എനിക്ക് വീട്ടിൽ നിന്ന് നടീനെ കിട്ടുകയും ചെയ്യും. എന്റെ പേരിൽ ആരും അടികൂടണ്ട, ഞാൻ അഭിനയിക്കാം. നിനക്ക് വില്ലേജ് ഓഫീസിൽ അടിച്ചു വരാൻ പോണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു വാരലൊന്നും വില്ലേജ് ഓഫീസ് വൃത്തിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കുള്ള സുരേഷ. ആഹാ, ചാരുച്ചിയുടെ ഗ്രൂപ്പ് ഡാൻസിന്റെ ഫോട്ടോക്ക് താഴെ നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കമന്റ് ഇടാം. അതിന്റെ ബിഗ് ബഡ്ജറ്റ് നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നത് സഹിക്കുന്നില്ല അല്ലേ? വെറുതെ അല്ലടാ നീ പുഷ്പിക്കാത്ത പുഷ്കരനായത്. കേട്ട ഇവന്റെ കാര്യം എന്തെങ്കിലും നോക്കൂടെ? അമ്മേ, അപ്പൊ കാര്യത്തിലെല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട്. നാടകത്തിന്റെ ചെലവ്, യുവനടി, ഇനി നിങ്ങൾ എനിക്കൊരു ഓട്ടോറിക്ഷയും കൂടി മേടിച്ചു തരണം. എന്തെന്ന്? ഓട്ടോറിക്ഷ, എന്റെ ട്രാവലിംഗ് കൺവീനിയൻസിലായിട്ട്. അച്ഛനോടെ പോന്നെ? അത് നിന്നോട് പറയണോ? നാടകം നോക്കി പോവായിരുന്നു മോനെ, പിടിച്ച് കെട്ടിക്കോ. എനിക്കറിയാമേ, അതല്ല ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ അമ്മയും മോനും വിചാരിച്ചാലൊന്നും എന്നെ പിടിച്ച് കെട്ടിയിടാന്ന് വിചാരിക്കണ്ട. ഈ നാട്ടിലൊരു നാടകം നടക്കുമ്പോൾ MT എന്ന് പറയുന്ന ഞാൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ മുടിയും താടിയും വെച്ച് നടക്കുന്നത്? അങ്ങനെ എനിക്കും ചോദിക്കാനില്ലത്. എന്തിനാണ് ഈ താടിയും മുടിയും വളർത്തി നടക്കുന്നത്? അതെൻ്റെ ഇഷ്ടം, നീ ആര് ചോദിക്കാൻ? അച്ഛൻ, നിങ്ങൾക്ക് 2 പെമ്മക്കളാണെന്ന് ഓർക്കണം. പെങ്ങന്മാർക്ക് കല്യാണപ്രായം എന്നുള്ള കാര്യം നീ ഓർക്കണം. 10-30 വയസ്സായില്ലടാ, ഇനി ഇങ്ങനെ ബസ് ഓടിച്ച് കളിച്ച് നടക്കുക. വണ്ടി മാറ്റി. പറ്റൂല അച്ഛൻ, നാടകത്തിന് പോകാനുള്ള പരിപാടിയാണ്. ഞാൻ വണ്ടി മാറ്റൂല. മാറ്റണ്ട, കാണിച്ചിടാ എനിക്ക്. സ്വഭാവം മാറുവേ. നീ നിന്റെ കാറ്റ് പോവാൻ നോക്കിയാൽ മതി. അങ്ങനെ പേശാളിന്റെ കൂടെ മദനോദ്യാനത്തിൽ താമസിക്കാൻ ചെന്ന പുഷ്പാങ്ക തന്നെ അന്ന് രാത്രി സ്വപ്നത്തിൽ ഒരു സുന്ദരീനെ കണ്ടു.
എന്നിട്ട് എന്തിയെ സ്വപ്നത്തിൽ കണ്ട സുന്ദരിനെ കല്യാണം കഴിക്കാന്ന് പുഷ്പാങ്കൻ സമ്മതിച്ചു. ഇനി അച്ഛൻ ഷാർങ്ങാസ് രാജാവ്, അതായത് നിങ്ങ വേണം ഓളെ കണ്ടുപിടിച്ച് എൻ്റെ കൈ പിടിച്ചിട്ട് ഏൽപ്പിക്കാൻ. അത് നിങ്ങൾ തന്നെ ചെയ്യണം. അല്ല ഞാനങ്ങനെ ഒറ്റയ്ക്ക് എന്ത് അവന്തി രാജ്യത്തിന് ഒരു സന്തോഷകരമായ വാർത്തയോ? നാളെ മുതൽ ഭവാനി ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവം. ആ സുന്ദരി ഉത്സവത്തിന് വരാതിരിക്കില്ല. പുഷ്പാങ്കദന്റെ നായികയെ കണ്ടെത്താൻ ഇനി അധികം സമയമില്ല. ഭൂലോകം കറക്കും വീരൻ ശ്രീമാൻ സുരേശൻ. അമ്പിളി, ആ കള്ളുകൂടിയ കാമവാലിൻ്റെ അടുത്ത് കഥ എത്ര കാലം ഉണ്ടാവും? അത് വേഗം തീരും. സദാരാമ ഒരാണിന്റെ വേഷം കെട്ടിയിട്ട് കാമബാലിന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കുന്തള രാജ്യത്തെത്തും. അവിടെ പ്രതാപവർമ്മ മഹാരാജാവിന്റെ മോളുണ്ട് പത്മാവതി. അവരെ കല്യാണം കഴിയുന്ന ദിവസം ഒരു ഗന്ധർവൻ വന്നിട്ട് ഭർത്താക്കന്മാരെ കൊല്ലും. ആൺവേഷം കെട്ടിയ സദാരാമ പത്മാവതിനെ കല്യാണം കഴിച്ചിട്ട് പത്മാവതിയുടെ മുറിയിൽ കയറും. അപ്പൊ ഒരു ഗന്ധർവന്റെ റോള് ബാക്കിയുണ്ടല്ലേ? ഗന്ധർവനല്ല അച്ഛാ, അത് നിങ്ങൾ പറഞ്ഞു വന്നോളും. സുരേഷ, നിന്നെ സഹിക്കാം, അതിപ്പോ വേറെ വഴിയില്ലല്ലോ. പക്ഷെ ആ നാഹര ക്യാരക്ടർ അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് മാറും. നാഹര ക്യാരക്ടർ നല്ല ക്യാരക്ടറല്ലേ? ഷാർങ്ങഹസ്തനും കാമബാലനും. അതെന്തിനാ മാറ്റുന്നത്? ആ ഷമീറിന്റെ ക്യാരക്ടറാണ് മാറ്റുന്നത്. ഷമീറിന് വല്ല മന്ത്രിയോ വജ്രാശയനോ കൊടുത്താൽ പോരെ? എന്റെ പൊന്ന് MT, മനുഷ്യനോട് സമാധാനം എന്താ? നീ മന്ത്രിയോ രാജാവോ എന്തെങ്കിലും ആവ് കേട്ടാ. നാഹര ക്യാരക്ടർ മാറ്റാൻ നമുക്ക് അറിയായിട്ടൊന്നല്ല, വെറുതെ ഒരു ജാതി പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. നല്ല ഇരുട്ടടി കൊടുക്കാന്ന് വേണ്ടത് മല മൈലെന്ന ആഹർക്ക്. അയാൾ ഒറ്റ ഒരുത്തിന്റെ മുടിഞ്ഞ കുടി കാരണമാണ് നിങ്ങൾ അച്ഛൻ നശിച്ചിട്ട്. നാടകം, ഡിസ്കഷൻ, കമ്പൈൻഡ് സ്റ്റഡീസ് എന്നെല്ലാം പറഞ്ഞിട്ട് ദിവസം അണ്ടിത്തോട്ടത്തിൽ ഇരുന്ന് വെള്ളം കുടിച്ചിട്ട് തേരാപാര നടന്നു. കടം കറിയിട്ടാകുമ്പോൾ ഓ മുങ്ങി. ഈ വീട്ടിൽ നല്ല ആമ്പിള്ളേരുണ്ടെങ്കിൽ നക്ഷത്രം എണ്ണുന്ന രീതിയിൽ ഇരുട്ടടി കൊടുക്കാന്ന് വേണ്ടത്. An ultimate surgical strike with no mistake. പറ്റോ? നിനക്ക് പറ്റോ? എനക്ക് പറ്റും. നിങ്ങൾ ആണുങ്ങല്ലല്ല. MTക്ക് പറ്റുമോ? അതിന് ഞാനീ വീട്ടിലല്ലല്ല. പറ്റുമെങ്കിൽ നിങ്ങൾ വജ്രാശയനല്ല, ഗന്ധർവനാണ് ഗന്ധർവൻ. ആ അതോടെ സുരേഷ. പിന്നെ ഗന്ധർവനല്ലേ മെയിൻ. കുന്തള രാജ്യത്തെ രാജാവിന്റെ മോള് പത്മാവതിയുടെ ഭർത്താക്കന്മാരാ. ആദ്യ രാത്രിയിൽ കിടപ്പറയിൽ ചെന്ന് കൊല്ലുന്ന ഗന്ധർവൻ. വെറുതെ താടിയിട്ട് ഇളക്കിയിട്ട് വികാരഭരിതനായിട്ട് ഡയലോഗ് വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ആ നാഹര അടി നിർത്താൻ പറ്റുവാ? അത് പറ. ഐ ക്യാൻ ട്രൈ. നാഹർ അടി നിർത്തണമെങ്കിൽ നമ്മ അടി തുടങ്ങേണ്ടി വരും.